ദൈവമുണ്ട് ഈ ലോകത്ത്. വളരെ നല്ല പോയിന്റാണ്, നമ്മളത് അറിയണം. പക്ഷെ ഈശ്വരന്റെ നീ അടുത്ത് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലണം. നീ ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നാൽ മാത്രമേ ആ കാരണം ഈ ദൈവം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സുഖമുള്ളൊരു ഫീലിംഗ് ആണ്. അത് എന്ത് വില കൊടുത്ത് ഞാൻ ഈ ഭൂമി സ്വന്തമാക്കുന്നു. ഉടനെ ഭൂമി തിരിച്ചു പറയാണ്, ഒരു വിലയും കൊടുക്കാതെ ഒരു ദിവസം ഞാൻ നിന്നെ സ്വന്തമാക്കുന്നു. സജി സാർ, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ആവശ്യങ്ങൾ ദൈവം ശരിക്കും അറിഞ്ഞു നൽകേണ്ടതല്ലേ? അയാൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനോട് കണക്ട് ചെയ്തിട്ടേ ഞാൻ മറ്റൊരു ബാർബർ ഷോപ്പ് കഥ പറയാം. ഒരാൾ ഒരു ദിവസം ഒരു മുടിവെട്ട് കടയിൽ കയറുകയാണ്. അപ്പോൾ അയാളിങ്ങനെ മുടിവെട്ടുകൊണ്ട് ഷേവിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാർബർ ഇങ്ങനെ അയാളെ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാർബറും ഇയാളും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ട് കേട്ടോ. അപ്പോൾ ബാർബർ കുറച്ച് അവിശ്വാസിയാണ്, എത്തിസ്റ്റാണ്. അയാൾക്ക് ദൈവത്തിലും മറ്റ് ഒന്നിലും ഒരു ശക്തിയിലും അങ്ങനെ വിശ്വാസമൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ എന്തോ അന്നത്തെ അയാളുടെ മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് അയാളിങ്ങനെ ഷേവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഈ ദൈവം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഈ ലോകത്തില്ല, ഇതൊക്കെ വെറുതെയാണ്. അപ്പോൾ കത്തി ഇങ്ങനെ വെച്ചിട്ടാണ് ഈ പറയണത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ ആൾക്ക് ഇതിനോട് വിയോജിക്കാനും പറ്റില്ല. ഈ ഷേവ് ചെയ്യണതിൻ്റെ കത്തി കഴുത്തിൽ വെച്ചിട്ടാണ് പറയണത് ദൈവം ഇല്ലയെന്ന്. അപ്പോൾ ശരിയാണ്, ദൈവം ഇല്ലാന്നേ അപ്പോൾ തൽക്കാലം പറയാൻ പറ്റുള്ളൂ, ജീവൻ രക്ഷിക്കണമല്ലോ. അപ്പോൾ അയാളൊന്നും മിണ്ടാണ്ട് ഈ ഷേവ് ചെയ്യപ്പെടുന്ന ആളിങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഈ അവിശ്വാസിയുടെ ദൈവവിരോധം, ദൈവത്തിനെ എതിർക്കണത് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം വാസ്തവത്തിലില്ല. അപ്പോൾ എന്നിട്ട് അയാൾ പറയാണ്, ഈ ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് ഈ ലോകത്തുണ്ടാവും. ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ ഇത്രയും എന്തോരം ആൾക്കാരാണ് ഈ ലോകത്ത് കഷ്ടപ്പെടുന്നത്. അതെ, ഇത്ര ആൾക്കാർ ലോകത്ത് കഷ്ടപ്പെടുന്നത്. ദൈവം ഉണ്ടെങ്കിൽ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കും. ദൈവം ഇല്ല, ഉറപ്പായിട്ടും ദൈവം ഇല്ല. അപ്പൊ കത്തി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ കത്തി ഇങ്ങനെ നരമ്പിൽ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ് ഒന്നും മിണ്ടണില്ല അയാൾ. അപ്പോൾ ഷേവിങ് കഴിഞ്ഞ് ഇങ്ങനെ തുടച്ച് കഴുകി ഇറങ്ങാൻ പോകുമ്പോൾ അറ്റത്ത് ബാർബർ ഷോപ്പിൽ നോക്കിയാൽ കാണാം, അറ്റത്തൊരാൾ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മുടിയും താടിയും വളർത്തിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആളെ നോക്കിയിട്ട് ഇയാൾ ബാർബറിനോട് പറയും, ഈ ലോകത്തെ ബാർബർമാരില്ല കേട്ടോ എന്ന് പറയും. അപ്പം ബാർബർ പറയും, അതെന്ത് വർത്താനാണ് ഈ പറയണത്? അല്ല, ഈ ലോകത്ത് ബാർബർമാരില്ല. അതെന്ത് വർത്താനം പറഞ്ഞാൽ ഞാൻ ബാർബറല്ലേ? ഇല്ല, ഈ ലോകത്ത് ബാർബർമാരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആ അറ്റത്തിരിക്കുന്ന ആളെ നോക്കിയേ, റോഡിന്റെ സൈഡിൽ അയാൾ കണ്ടില്ല, മുടിയും താടിയൊക്കെ ഉണ്ട്. ബാർബർമാരുണ്ടെങ്കിൽ അയാൾ അങ്ങനെ ഇരിക്കും. ഉടനെ ഈ ബാർബർ പറയും, ഞാൻ ബാർബറാണ്, ഞാനല്ല ഇപ്പൊ വെട്ടിയത്. അയാൾ അവിടെ ഇരിക്കാൻ കാരണം എന്താ? അയാൾ എൻ്റെ അടുത്തോട്ട് വന്നാലേ എനിക്ക് അയാളുടെ മുടി വെട്ടാൻ പറ്റുള്ളൂ. അയാൾ എൻ്റെ അടുത്തോട്ട് വന്നാലേ എനിക്ക് അയാളെ ഷേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾ പറയും, ഇതാണ് ദൈവത്തിന്റെ അവസ്ഥ. ദൈവമുണ്ട് ഈ ലോകത്ത്. നല്ല പോയിന്റാണ്, നമ്മളത് അറിയണം. പക്ഷെ നീ ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലണം. നീ ദൈവത്തിന്റെ അടുത്തോട്ട് ചെന്നാൽ മാത്രമേ ആ കാരണം ഈ ദൈവം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സുഖമുള്ളൊരു ഫീലിംഗ് ആണ്. അത് ചിലപ്പോൾ നമുക്ക് അനുഗ്രഹത്തിന്റെ രൂപത്തിലായിരിക്കില്ല, ചിലപ്പോൾ സമ്പത്തിന്റെ രൂപത്തിലായിരിക്കില്ല, നമുക്ക് ചിലപ്പോൾ മോശം അനുഭവങ്ങളുടെ രൂപത്തിലും ചിലപ്പോൾ അനുഗ്രഹങ്ങൾ വരാൻ കേട്ടോ. കാരണം ഞാൻ എനിക്കെപ്പോഴും തോന്നുന്നത്, ഈ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് നല്ലതാണ്. ചില വേദനകൾ നമുക്ക് നേട്ടങ്ങളായിട്ട് മാറാറുണ്ടല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണം? ചില തിരിച്ചടികൾ പിന്നീട് നമുക്ക് ജീവിതത്തിൽ ആ തിരിച്ചടി കൊണ്ടാണല്ലോ. ഇപ്പം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ കൊച്ചിയിൽ വളരെ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ആണ് എന്നെ ആത്മീയതയിലേക്ക് കൊണ്ടുവന്നത്, ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് അങ്ങനെ സംഭവിച്ചത്, അപ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നി, ഒരുപാട് പ്രശ്നം തോന്നി, ഒരുപാട് നിരാശ തോന്നി, ഒരുപാട് ദൈവത്തെ ഞാൻ പഴിച്ചൊരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു അപകടവും ആ ഒരു വേദനയും ഒക്കെ കാരണമാണ് ഞാൻ ഇന്ന് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനും ആത്മീയത എന്ന് പറഞ്ഞ വലിയൊരു അനുഭവം എനിക്കുണ്ടാവാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഒരു പോസിറ്റീവ് നെഗറ്റീവ്സ് ഒന്ന് പറയാമോ സാറിന്? ഞാൻ ഈ അടുത്ത് കേട്ടൊരു സംഗതി, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാണ്ടാണല്ലോ പല വിഷമങ്ങളും, നമ്മൾ ഓർത്തുണ്ടാക്കുന്ന പല വിഷമങ്ങളും അങ്ങനെയാണ്. പല വിഷമങ്ങൾക്കും വാസ്തവത്തിൽ വലിയ കഴമ്പുണ്ടാവില്ലേ? നമ്മൾ അതിനെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് ചെയ്യണതാണ് നമ്മൾ. പൂജ്യ ശ്രീ രവിശങ്കർജി പറയാറുണ്ട്, ഗുരുദേവ് പറയാറുണ്ട്, നമ്മുടെ സ്വന്തം ഹൊറർ മൂവി പ്രൊഡ്യൂസേഴ്സ് ആണെന്ന്. നമ്മൾ തന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഉള്ളിൽ നമ്മൾ തന്നെ അത് കണ്ട് അല്ലേ, നമ്മൾ തന്നെ അത് വിഷമിക്കുകയും ചെയ്യും, നമ്മൾ തന്നെ പേടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ്. കാരണം നമ്മൾ പലപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ, നമ്മൾ സങ്കല്പിക്കുന്ന പല സംഗതികളും യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാറില്ല. നമ്മളിങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കാറില്ല. അപ്പം ഞാൻ ഈ അടുത്ത് കേട്ടൊരു കാര്യം,
നമ്മുടെ ജീവിതത്തിൽ 3 സ്ഥലങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് സന്ദർശിച്ചിരിക്കണം എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ കേട്ടോ. ഒരു മനുഷ്യൻ 3 സ്ഥലങ്ങൾ നിർബന്ധമായിട്ട് സന്ദർശിക്കണം. 1 ഹോസ്പിറ്റല്, 2 ജയില്, 3 സെമിത്തേരി, ശ്മശാനം. ഇത് 3 നിർബന്ധമായിട്ട്. കാരണം എന്തുകൊണ്ടാണ് ജയില് ഒരു മനുഷ്യൻ? ഞാനിത് 3 പറയാം. ഓക്കേ, 3 പറയും. ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമുക്ക് ആരോഗ്യത്തിന്റെ മൂല്യം മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കുറെ ആൾക്കാരെ കാണുമ്പോണ്ടല്ലോ, അപ്പൊ നമുക്ക് മനസ്സിലാവും ഹെൽത്തിന്റെ വാല്യൂ എന്താണെന്ന്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ലോകത്തെ ഏറ്റവും വാല്യുബിൾ ഹെൽത്ത് ആണെന്ന് നമുക്ക് തോന്നും. അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മൾ ഏറ്റവും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഹെൽത്ത്. അപ്പോൾ ഈ ഹെൽത്താണ് ഈ ലോകത്തെ ഏറ്റവും വാല്യുബിൾ സംഭവം എന്നുള്ളത് നമ്മൾ ഒന്ന് പ്രത്യേകിച്ച് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ഉള്ള ഒരു സ്ഥലത്തൂടി പോകുമ്പോൾ ആരോഗ്യം ഈശ്വര എന്തൊരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. അല്ലേ? ശരിയല്ലേ? മറ്റൊന്നും വേണ്ട ഈശ്വര, എനിക്ക് ആരോഗ്യം മതി എന്നൊരു പ്രാർത്ഥന ഉള്ളിൽ നിന്ന് അപ്പം തനിയെ വരും. അപ്പോൾ ഏറ്റവും അത് ആ മൂല്യം മനസ്സിലാവാൻ, ആരോഗ്യത്തിൻ്റെ മൂല്യം മനസ്സിലാവാൻ ഒരു തവണയെങ്കിലും നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. 2, ജയിലിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലേ, സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും നമ്മൾ കൊടുക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പോവാം, ഇഷ്ടമുള്ളപ്പോൾ കറങ്ങാം, ഇഷ്ടമുള്ള ഡ്രൈവ് ചെയ്യാം, ഇഷ്ടമുള്ള ട്രാവൽ ചെയ്യാം. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന്റെ വില ഒന്ന് അറിയണമെങ്കിൽ ഒന്ന് ജയിലിൽ പോയിട്ട് ആ തടവുപുള്ളികളൊന്ന് കണ്ടാൽ മതി. അവരുടെ എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്റ്റഡ് ആണ്. അല്ലേ? ശരിയല്ലേ? എന്ത് രസമാണല്ലേ ഈ സ്വാതന്ത്ര്യം? അല്ലേ? കറക്റ്റ് അല്ലേ? നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനും സൂപ്പർവൈസ് ചെയ്യാനോ ആരില്ലാത്ത അതൊരു രസമുള്ളൊരു ഫ്രീഡം, ഒരു ഭയങ്കര രസമല്ലേ? ആ ഫ്രീഡത്തിന്റെ വാല്യൂ അറിയണമെങ്കിൽ നമ്മളെപ്പോഴും ജയിലിൽ പോകണം. സെമിത്തേരിയിൽ പോകണം. എന്തിനാണെന്നറിയോ? അതോടുകൂടി നമ്മുടെ അഹങ്കാരം അവിടെ പോയി കിട്ടും. കാരണം ഇത്രയേ ഉള്ളൂ ജീവിതം. ഈ അഭ്യാസങ്ങൾ മുഴുവൻ കളിച്ചിട്ട് ഞാൻ ഇവിടെ ചെന്നാണ് അവസാനിക്കാൻ പോകുന്നത്. അവസാനം ഞാൻ ഇവിടെ എത്താൻ പോവാണെന്നുള്ളത് അതൊരു വലിയ തിരിച്ചറിവാണ്. എല്ലാ അഹങ്കാരത്തിനുള്ളൊരു മറുപടിയാണ് കേട്ടോ ശ്മശാനം. കാരണം പണ്ടൊരിക്കൽ വായിച്ചിട്ടുള്ളൊരു വാട്സപ്പ് സന്ദേശമാണ്. ഒരാൾ പറയണേ, എന്ത് വില കൊടുത്ത് ഞാൻ ഈ ഭൂമി സ്വന്തമാക്കുന്ന ഒരാൾ പറയാണ്. എന്ത് വില കൊടുത്ത് ഞാൻ ഈ ഭൂമി സ്വന്തമാക്കുന്നു. ഉടനെ ഭൂമി തിരിച്ചു പറയാണ്, ഒരു വിലയും കൊടുക്കാതെ ഒരു ദിവസം ഞാൻ നിന്നെ സ്വന്തമാക്കുന്നു. അപ്പോൾ ഈ ഭൂമി നമ്മളെ ഒരു ദിവസം ഉറപ്പായിട്ടും സ്വന്തമാക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേറൊരു കാഴ്ചപ്പാടുണ്ട്. വല്ലപ്പോഴും സന്ദർശിക്കണമല്ല. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ, ആരോഗ്യത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ; ജയില്, സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ; ശ്മശാനം, ജീവിതം എത്ര ഷോർട്ടാണ്, എത്ര നിസ്സാരമാണ്, നമ്മൾ ഇത്ര നിസ്സാരക്കാരനാണെന്ന് മനസ്സിലാക്കാൻ. അത് വളരെ നല്ലതാണ് ഇടയ്ക്ക് ശരിക്കും. അല്ലേ? അപ്പൊ സജി സാർ ഹോസ്പിറ്റൽ, ജയിൽ, ശ്മശാനം, ഈ 3 ഇടങ്ങളും, അതിൽ ജയിൽ സന്ദർശിക്കണം എന്ന് ഞാൻ പറയില്ല, പുറത്തുനിന്ന് നോക്കി കണ്ടോളൂ. എങ്കിലും ഈ 3 ഇടങ്ങളിലൂടെയെങ്കിലും വിസിറ്റർ ആവാലോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഇത്രയേ ഉള്ളൂ, അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നൊരു തോന്നൽ മനുഷ്യൻ ഉണ്ടാവട്ടെ എന്ന് പ്രേക്ഷകരോടും എല്ലാവരോടും ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നമസ്കാരം. താങ്ക് യു സോ മച്ച്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.